ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പമ്പേക്കാട്ട് മന കാണാൻ പോവാണ് കേട്ടോ, തൊഴാൻ പോവാണ്. മാളയിലുള്ള സർപ്പങ്ങളുടെ ഒരു അമ്പലമാണ്. അപ്പം അതിൻ്റെ കൂടുതൽ അതിനെപ്പറ്റി പറയണില്ല, അറിയാത്തവരും ഉണ്ടാവും അറിയണവരും ഉണ്ടാവും. അപ്പം എന്തായാലും അവിടെ എത്തിയതിന് ശേഷം കാണാം. നമ്മളിപ്പോൾ ഇറങ്ങി ഇവിടുന്ന് ഇനിയിപ്പോൾ പാലമക്കാവ് ഇറങ്ങി അവിടുന്ന് ബസ്സിൽ ചാലക്കുടി ബസ്സിൽ പോയി ഇറങ്ങി അവിടെ നിന്ന് മാളയിലേക്ക് പോകണം. കുറച്ചധികം ദൂരമുണ്ട്. അപ്പം എന്തായാലും അവിടെ എത്തിയതിന് ശേഷം കാണാം. വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടി. അപ്പോൾ ഞങ്ങളിപ്പോൾ KSRTC കയറിയിരിക്കുകയാണ്. എനിക്ക് നന്നായി ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ച പാലമക്കാവ് അല്ലെങ്കിൽ ശക്തല്ലേക്ക് പോകേണ്ടി വരുന്നു കേട്ടോ. അപ്പം ലക്കിന് ഇവിടെ വണ്ടി കിടക്കുന്നുണ്ട്. ഇത് എപ്പോഴും എടുക്കാമെന്നൊന്നും അറിയില്ല. സ്റ്റാർട്ട് ചെയ്യായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. ബസ്സിലിരുന്നിട്ട് കുറേ നേരം ഉറക്കം വന്നുണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഉറക്കം അങ്ങോട്ട് ശരിയായില്ല. 1.5 മണിക്കൂറോളം ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. പമ്പമേക്കാട്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ബസ് ഇറങ്ങി നയന. ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് കൂട്ടുമായിട്ട് വായവാനായിട്ട് തുടങ്ങി. കറക്റ്റ് 1.5 മണിക്കൂർ ഇപ്പൊ ബസ്സിലിരുന്നു. വിശന്നിട്ടാണെങ്കിൽ എനിക്ക് പക്ഷെ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു വൊമിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ കവറൊക്കെ എടുത്ത് പിടിച്ചു. കാരണം ഇത്രയും ദൂരമല്ല. ഞാൻ സാധാരണ മരുന്ന് കഴിക്കാറുണ്ട് വൊമിറ്റിങ്ങിന്റെ. പക്ഷെ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഇനിയിപ്പോൾ ഒരു 1/2 കിലോമീറ്റർ ഉണ്ട്. ഓട്ടോയിൽ പോയില്ല. നല്ല ക്ലൈമറ്റ്. അപ്പം ഞങ്ങൾ നടക്കാമെന്ന് കരുതി നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന് വയ്യാണ്ടാവണേക്കാളും മുന്നെയാണ് കേട്ടോ ലാസ്റ്റായിട്ട് ഇങ്ങോട്ട് വന്നത്. ഒരു 8 കൊല്ലമൊക്കെ ഉണ്ടാവും ഇപ്പം പാമ്പമ്മേക്കാട്ടേക്ക് വന്നിട്ട്. ഞങ്ങൾ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ലാസ്റ്റ് ഇങ്ങോട്ട് വന്നത്. പിന്നെ 2 പേരുടെയും ആയില്ല നാളാണ്. അപ്പം അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തന്നെ കാരണം. അയ്യോ, ആയില്യക്കാർ എത്തണില്ലതാണ്. 1/2 കിലോമീറ്റർ ആവണന്നെ ഉള്ളൂ അല്ലേ. വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. ഈ സൈഡ് തന്നെ കീപ്പ് ചെയ്ത് വെക്കും. ഞങ്ങളിപ്പോൾ പാമ്പിൻ്റെ സ്വപ്നം കാണുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് കേട്ടോ. എനിക്കല്ല, ഞാൻ കുറേ നാളായി പറയണു. അപ്പം ഞങ്ങൾക്ക് തോന്നി ഇന്ന് തന്നെ പോവാന്ന്. അപ്പം 3 ദിവസം വ്രതം എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേക്കണതും. അമ്പലെത്തി. ഇതല്ല, ഇതാരടിയോ ഇതാണ്. എന്താണ് എന്തോ ആണ്. പക്ഷെ പാമ്പമ്മക്കാടല്ല, മന. ഇതല്ലാട്ട മന. അവള് പറയണ നോക്കണ്ട. ഞാനല്ല, നീയ. മുഖം കാണാല്ല. എടുത്തൂല. വണ്ടി വരുന്നുണ്ട്. ഉച്ച ഭാഗ്യമില്ല കേട്ടോ ഞങ്ങൾക്ക്. നാളെ ഇവിടുത്തെ നാഗത്തിൻ്റെ പിറന്നാളായിരുന്നു. അപ്പം അതിനു വേണ്ടി അവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് മിസ്.
ഇന്ന് വരുന്നത് നാളെ വന്നിരുന്നെങ്കിൽ ഇവിടെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ചേട്ടൻ നാളെ ചേട്ടൻ പറയുന്ന അപ്പൊ ഞാൻ പറഞ്ഞു തൃശ്ശൂർന്ന് ചേട്ടൻ വരുന്ന എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, എന്നാലും ഇവിടെ വരണമെന്നായിരുന്നു. വന്നു, തൊഴുതു, വഴിപാട് കഴിച്ചു. ഇപ്പൊ പോവാൻ നോക്കാണ്. 100 പാലും കഴിച്ചു. മലയാള മാസം 1-ാം തീയതികളിലൊക്കെ ഈ മനയുടെ ഉള്ളിൽ തുറക്കൂട്ടാ. അപ്പൊ നമുക്ക് ഉള്ളിൽ കയറി കണ്ട് തൊഴാൻ പറ്റും. അതും നമുക്ക് ഭാഗ്യമില്ല, അതും ഇതുവരെ കണ്ടിട്ടില്ല. നാളെ വരാനും ഭാഗ്യമില്ല. നാളെ വരാനും ഇല്ല, വരണാനും ഭാഗ്യമില്ല. അറിയാണ്ടല്ലേ അത് മതി, അതിനായിരുന്നു ആഗ്രഹവും. അതെന്തായാലും നടന്നു. പിന്നെ ഉള്ളിൽ കയറി തൊഴണമെന്നുണ്ട്. അതിനൊരു വട്ടം വരണം അല്ലേ. നമുക്ക് ചേട്ടനെയൊക്കെ കൊണ്ട്, അമ്മേനെയൊക്കെ കൊണ്ടിട്ട്, അച്ഛനെ കൊണ്ടിട്ട് വരണമെന്നുണ്ട്. അപ്പം അങ്ങനെ വരാൻ പറ്റിയ ഉള്ളിൽ കയറി തൊഴണം. പിന്നെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലാണ്. ഇങ്ങോട്ട് കയറിയൊക്കെയാണ്. ചായയും ഫുഡ് കഴിച്ചിറങ്ങി. വെയിൽ വന്നു, 10 മണിയായി. നല്ല ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹോട്ടലുണ്ട്. നല്ല ചേട്ടനാണ് കേട്ടോ, നല്ല പെരുമാറ്റം. എല്ലാ ചേട്ടന്മാരും അതിൻ്റെ ഉള്ളിലത്തെ. അപ്പോൾ ഇനി ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ പോയിരിക്കട്ടെ. ബസ് എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. വേഗം ബസ് സ്റ്റോപ്പിൽ കയറട്ടെ. നല്ല വെയിൽ. നോക്കാനും കൂടി പറ്റുന്നില്ല. ഒരു ഷെഡിൽ ഞങ്ങൾ ബസ് നോക്കി നിൽക്കുന്നുണ്ട്. ഫുൾ ചാലക്കുടി ബസ്സാണ് വരുന്നത്. തൃശ്ശൂർ ബസ് ഇതുവരെ വന്നിട്ടില്ല. ഇനി വരില്ലേ? ചാലക്കുടിയിൽ പോയി ഇറങ്ങിയിട്ട് തൃശ്ശൂർ ബസ്സിൽ പോകേണ്ടി വരികയാണാവും. പണ്ടത്തെ ഒരു പെട്ടിക്കടയുടെ മുമ്പിലാണ് കേട്ടോ നമ്മളിരിക്കണത്. ബസ് വരാറായിട്ടില്ല. ഈ നല്ല ഓർമ്മയുണ്ട്, നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ലേ കുമാരച്ചാച്ചൻ, തുറക്കാനുള്ളൊരു സംഭവം. നോക്ക്, പാമ്പമ്മക്കാട്ടിലൊക്കെ തൊഴുത്തിറങ്ങി. പിന്നെ ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ആറാട്ടുപുഴ അമ്പലമുണ്ട്. ഞങ്ങൾ ഇതുവരെ ആറാട്ടുപുഴ അമ്പലത്തേക്ക് പോയിട്ടില്ല. ഭയങ്കര ഫേമസ് ആണ് ആറാട്ടുപുഴ പൂരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തൊട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ നല്ല ഗംഭീര പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയിട്ട് വഴിപാട് കിട്ടുമെന്ന് സന്തോഷമായി. ഇവിടെ വഴിപാട് എല്ലാ അമ്പലത്തിലും പോയിട്ട് വഴിപാട് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.